പപ്സ്, ചിക്കൻ പപ്സ് അല്ല, ചിക്കൻ ലെഗ്സ് പപ്സ് റെഡി ആയിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ചിക്കൻ പപ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ചിക്കൻ്റെ ലെഗ്സ് വേണം. നമ്മളത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ സ്കിൻ കളഞ്ഞിട്ട് നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു, അത് കഴിഞ്ഞ് ഇച്ചിരി മല്ലിപ്പൊടി ഇട്ടു, 1 സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, അപ്പം ഗരം മസാല, സ്വല്പം ചിക്കൻ മസാല, എന്നൊരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 സ്പൂൺ തൈര്, നാരങ്ങ നീര്, ഉപ്പ്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഈ കുഴമ്പ് രൂപത്തിൽ നമ്മളത് ആക്കിയെടുക്കുകയാണ്. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ ചിക്കൻ ലെഗ്സ് കൊണ്ടിടുകയാണ്. ഒന്ന് വരയണം. എന്നിട്ട് ഈ അരപ്പ് നമ്മൾ ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. നമ്മളത് ഫ്രിഡ്ജിൽ 1.5 മണിക്കൂറോളം നമ്മളത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് മാരിനേറ്റ് ചെയ്തതിന് ശേഷം. അതിന് ശേഷം നമുക്കിത് എടുക്കാം. പാൻ എടുക്കുക, നമ്മൾ അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഒഴിച്ച ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമ്മൾ അതിനകത്തോട്ട് കൊണ്ടുവെക്കുകയാണ്. അപ്പം നമ്മളത് തിരിച്ചിട്ടു. ചിക്കൻ വറുത്ത് നമ്മൾ ഒരു പാത്രത്തിലോട്ട് മാറ്റി. അപ്പോൾ നമ്മൾ വേറൊരു പാൻ എടുത്തു. അതിനകത്തോട്ട് നമ്മൾ ചിക്കൻ വറുത്ത അതേ എണ്ണ നമ്മളെടുത്തിട്ട് അതിനകത്തോട്ട് വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നമ്മളിട്ടു. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള സവാള എടുത്ത് എന്നിട്ട് അതും നമ്മൾ ഇതിനകത്തോട്ട് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ വീണ്ടും കൂട്ട് റെഡിയാക്കുകയാണ്. മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഇത് നമ്മൾ മിക്സ് ചെയ്ത് ഇപ്പം നമ്മൾ ഈ ഉള്ളി വഴറ്റിയ ഇതിനകത്തോട്ട് നമ്മൾ ഇത് ചേർക്കുകയാണ്. എന്നിട്ട് അവ നന്നായിട്ട് ഇളക്കി റെഡിയാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് ഇളക്കാൻ പോവാണ്. ഇപ്പം നമ്മൾ പേസ്ട്രി എടുത്തു. അതിനകത്തോട്ട് ഉള്ളി യുടെ മസാല നമ്മൾ റെഡിയാക്കിയത്, അതിന് ശേഷം അതിൻ്റെ മണ്ടയ്ക്കോട്ട് നമ്മൾ ചിക്കൻ വറുത്തത് കൊണ്ടുവച്ചു. എന്നിട്ട് അത് നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ മുട്ട അടിച്ച് വെച്ചത് നമ്മളതിനകത്തോട് ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മളത് ഒരു ചെറിയ പശ പോലെ നമ്മളിത് തേച്ച് വെക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അത് ഒട്ടിപ്പിടിച്ചിരുന്നോളും. എന്നിട്ട് നമ്മളിതുപോലെ ഒരു ട്രൈക്കകത്തോട്ട് കൊണ്ടടുക്കി വെക്കുകയാണ്. 3 എണ്ണം വരെയായി. ബാക്കിയോടായിട്ട് നമ്മളിത് ഓവനിലോട്ട് കൊണ്ടുവെക്കും. അപ്പോൾ അടുത്ത പേസ്ട്രിയുടെ മണ്ടയ്ക്കോട്ട് നമ്മൾ മസാല കൊണ്ടുവച്ചു. അതിനുശേഷം ഒരു ചിക്കൻ എടുത്ത് വെച്ചു. എന്നിട്ട് സൈഡിൽ കൂടെ നമ്മൾ മുട്ട തേച്ചു. അതാകുമ്പോൾ ഒരു പശ പോലെ നമുക്കതവിടെ ഇരുന്നോളും. അപ്പോൾ അത് ചേർത്ത് വെക്കുകയാണ്. അപ്പോൾ കാലൊരു സൈഡിൽ വെളിയിലായിട്ട് ഇട്ടിട്ട് വേണം അത് നമ്മൾ എടുത്ത് മടക്കി വെക്കാൻ. ഓക്കെ. എന്നിട്ട് മുട്ട അതിൻ്റെ സൈഡിലായിട്ട് വീണ്ടും ഫില്ല് ചെയ്യുന്നു. എന്നിട്ടിതും പഴയതുപോലെ തന്നെ മാറ്റി ആ ട്രേയിൽ കൊണ്ടുവെക്കുന്നു. അപ്പം ചിക്കൻ പപ്സിന് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നതെല്ലാം കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലോട്ട് കൊണ്ടുവെക്കുകയാണ്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഏകദേശം റെഡിയായി. നമ്മളിത് പുറത്തേക്ക് എടുക്കുകയാണ്. ഓക്കെ. അങ്ങനെ നമ്മുടെ ചിക്കൻ പപ്സ്, ലെഗ്സ് പപ്സ്, ചിക്കൻ പപ്സ് അല്ല, ചിക്കൻ ലെഗ്സ് പപ്സ് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിന് അകം എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പൊളിച്ച് കാണിക്കാം. ഇതുകൊണ്ട് ഇതിങ്ങനെയാണ്. ഇത് നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് പരീക്ഷിക്കാവുന്നതാണ്. ഇത് വീട്ടിലുണ്ടാക്കി. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്.